താരപ്പകറ്റിലേക്ക് സ്വാഗതം. പ്രേതം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എത്തുകയാണ് GPയും പേളി മണിയും. വെൽക്കം ടു ദി ഷോ. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വളരെ രസകരമായിട്ടുള്ള ആൾക്കാരുള്ള ലൊക്കേഷനാണല്ലോ. പേളി വെച്ച് വളരെ രസകരമായിട്ടുള്ള ക്രൂ ആയിരുന്നു ബാക്കി എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല എനിക്ക് തോന്നുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് പ്രേതം. പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ശീലമായി പോയി. അല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് ശീലമായി തുടങ്ങി. കുട്ടി എന്തിങ്ങനെ ഞാനിപ്പോ ഒന്നും പറയാറില്ല. എന്താ ചെയ്യാ? ബേസിക്കലി സൗഹൃദം ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് പ്രേതം. എനിക്ക് തോന്നുന്നു സെറ്റും അങ്ങനെ തന്നെയാണ്. പ്രേതത്തിനും സൗഹൃദം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 3 സുഹൃത്തുക്കളുടെ കഥയാണ് പ്രേതം പറയുന്നത്. ഡെന്നി കോക്കൻ, ഷിബു മജീദ്, പ്രിയലാൽ. ഈ 3 സുഹൃത്തുക്കൾ കുറേ കാലത്തിന് ശേഷം റീയുനൈറ്റ് ചെയ്ത് അവരുടെ പഴയൊരു ഡ്രീം വീണ്ടും പെർസ്യൂ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ സെറ്റിലും അങ്ങനെയാണ്. ഇപ്പോൾ രഞ്ജിത്തേട്ടൻ, ജയേട്ടൻ എന്ന് പറയുന്ന അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാനും പേളി നല്ല സുഹൃത്തുക്കളാണ്. അജു എല്ലാവരുമായിട്ടും നല്ല സുഹൃത്താണ്. ഷറഫ്, ധർമ്മേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ റീയൂണിയൻ. കറക്റ്റ്. അതിനകത്ത് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ പടത്തിൽ അജുവും ജയേട്ടനൊക്കെ 2 സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ആ ഒരു ഫീല് സിനിമയിലുണ്ടായിരുന്നു. ഞങ്ങളും ചെറായി ബീച്ചൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്തു? എനിക്ക് ഓൾറെഡി ചെറായിൽ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ആ കസിൻ ചേച്ചി അവിടെയായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പം എനിക്ക് ചെറായി ബീച്ച് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും നല്ല റിസോർട്ടിൽ നിൽക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ്. മാത്രമല്ല ഈ വെയിലുള്ള സമയമൊന്നുമല്ല, നല്ല മഴ. അപ്പോൾ ബ്യൂട്ടിഫുൾ വെതർ, അധികം ചൂടില്ല. ആൻഡ് എപ്പോഴും ബീച്ച് കണ്ടുകൊണ്ടിരിക്കാം. അതായിരുന്നു ഏറ്റവും. ആൻഡ് ഇറ്റ്സ് വെരി സൂതിങ്. ഈ അലകളുടെ ഒച്ച കേൾക്കുന്നത് ശരിക്കും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർ ഇത് പാട്ട് പോലെ റിപ്പീറ്റിലിട്ട് കേൾക്കുന്നവരുണ്ട്. സോ ഈ ബീച്ചിൻ്റെ സൗണ്ട് ഫുൾ ടൈം കേൾക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര റിലാക്സ്ഡ് ഫീൽ. വല്ലാത്തൊരു വൈബാണ്. യെസ്. GP എന്നാണ് ഞാൻ പ്രേതത്തിലുണ്ട് എന്ന് അറിയുന്നത്? ഒരുപക്ഷെ ഇനീഷ്യൽ കാസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ കേട്ട കഥയിൽ നിന്നും പ്രേതത്തിൻ്റെ ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച കഥ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾവേസ് ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രേതം എന്നുള്ള പ്രൊജക്റ്റിലേക്ക് എത്തുന്നതിന് ഒരുപാട് മുമ്പാണ് ഞാനത് കേൾക്കുന്നത്. ആ സമയത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ആഡ് ഓൺ ആയി. ജയേട്ടനാണ് ചെയ്യുന്നതെന്നുള്ളത് തന്നെ ഒരു ധാരണയിലെത്തുന്നുള്ളൂ. ആര് ചെയ്താൽ ഇപ്പോൾ ജയേട്ടൻ്റെ ക്യാരക്ടർ എൻ്റെ അടുത്ത് അന്ന് രഞ്ജിതേട്ടൻ ചോദിച്ചു ഓർക്കുന്നുണ്ട്, ആ ക്യാരക്ടർ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാം. ടു ബി വെരി ഫ്രാങ്ക്, അന്ന് രഞ്ജിതേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന്, ഏത് ആക്ടറിനും നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജയേട്ടൻ ചെയ്ത ക്യാരക്ടർ. അതിന് ഭയങ്കര അസ്വാഭാവികതയുണ്ട്. അല്ലെങ്കിൽ അസ്വാഭാവികത എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫെമിലിയർ അല്ല ഒരു മെന്റലിസ്റ്റ് എന്നുള്ള ഒരു സംഭവം. അതുകൊണ്ട് തന്നെ മെന്റലിസ്റ്റിനൊരു വല്ലാത്ത കമാൻഡിങ് വേണം. മെന്റലിസത്തിന്റെ കോമ്പിനേഷനാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം മെന്റലിസം എന്ന് പറയുന്നത് മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസം, ഇതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫാസിനേഷനാണ്. ഇപ്പോൾ മാജിക്, മൈൻഡ് റീഡിങ് നമ്മൾ എക്സൈറ്റഡ് ആയി പോകും. ഹിപ്നോട്ടിസം അതും ഭയങ്കര രസമാണ്. ഈ 3ൻ്റെയും കോമ്പിനേഷൻ ആകുമ്പോൾ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഈ 3ഉം കൂടി കോമ്പിനേഷൻ ആകുമ്പോൾ അതൊരു ആർട്ടാവും, ഒരു പെർഫോമിംഗ് ആർട്ട് പോലെയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടൊരു മാജിക് രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോഴാണത് വേറൊരു ആർട്ട് ഫോം ആയി പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു അമാനുഷികനായി തോന്നും മുമ്പിലുള്ള ആൾ. ഇദ്ദേഹത്തിനൊരു സ്പിരിച്വൽ ഇൻക്ലിനേഷനും കൂടിയും കൊടുത്തിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ. അപ്പോൾ ഡെപ്ത് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ പെട്ടെന്ന് ഒരാളെ ആരെ കാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ജയേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ മുമ്പ് ഇപ്പോൾ ഈ പ്രേതം ഒരു ഫുള്ളായിട്ട് ഈ മൂവിയുടെ ഒരു ഷേപ്പ് അപ്പ് ചെയ്യുന്നതിൻ്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പേളിയെ സംബന്ധിച്ചിടത്തോളം ജോൺ ഡോൺ ബോസ്കോ ആയിട്ട് എത്രത്തോളം അങ്ങനെ ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല. പക്ഷെ കുറച്ചുള്ളതിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസാണ്. ഭയങ്കര ആക്ട് ചെയ്യേണ്ട എന്നെ ശരിക്കും ചാലഞ്ച് ചെയ്ത കുറച്ച് സീൻസാണ്. ബിക്കോസ് ഇവരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഐ വാസ് ലിറ്റിൽ മോർ റിലാക്സ്ഡ്. ബട്ട് ജയേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹീസ് ഡൺ മോർ ദാൻ 70 മൂവീസ്. മാത്രമല്ല അദ്ദേഹം ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി മൊട്ടയടിക്കുന്നു. ക്യാരക്ടർ ആവാൻ വേണ്ടി ഹീസ് ടേക്കൺ ലോട്ട് ഓഫ് എഫേർട്ട്. ഒരു റിയൽ മെൻ്റലിസ്റ്റായിട്ട് ഹീസ് ബിൻ അസോസിയേറ്റിംഗ് വിത്ത് ഹിം ഇൻ ഡിഫറെൻറ്റ് വേ ആസ് എ ഫ്രണ്ട് ഓൾസോ. എങ്ങനെയൊക്കെ മാനറിസംസ് പഠിക്കണം ഇത്രയും ചെയ്തിട്ടേ
ഞാൻ അവിടെ ചെന്ന് തലയൊക്കെ ചൊറിഞ്ഞ് ഇവിടെ നിൽക്കും. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കാരണം വല്ല റീടേക്ക് വന്ന ഈശ്വര, അപ്പം ടെൻഷനായി. ബട്ട് ദ തിങ് ഈസ്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആക്ടിങ് അറിയാത്ത ഒരാൾ ആക്ട് ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് he becomes the character. When you become the character, ഇപ്പം ഞാൻ പറയണം, നിങ്ങളിപ്പോൾ ഒരു പാടത്തിലാണ് ഇരിക്കുന്നത്, നല്ല കാറ്റടിക്കുന്നു എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മൾ ഈ റൂം മറന്ന് ഫീൽ ലൈക്ക് ശരിക്കും ഒരു പാടത്തിലാണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പം എനിക്ക് ആ സമയത്ത് ക്യാമറ മറന്നു. ഐ ഫൊഗോട്ട് ദിസ് ഇസ് മൂവി, ബിക്കമിങ് സുഹാനിസ എന്നുള്ള ക്യാരക്ടർ വിത്ത് ഹിം. അപ്പം അത് ആൻഡ് ദാറ്റ് വാസ് ലിറ്റിൽ ചാലഞ്ചിങ് അറ്റ് ദ സെയിം ടൈം. ആദ്യത്തെ ഒരു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ബിക്കെയിം ത്രില്ലിങ്. എത്രത്തോളം സീൻസ് ഉണ്ടെന്നുള്ള അറിയുന്നതിനേക്കാൾ ഞാൻ ഇത് ചോദിക്കാൻ കാരണം, സീൻസിനിപ്പുറം ഇരുന്ന് എത്രത്തോളം അത് നിരീക്ഷിച്ചു ആസ് എ പ്രേക്ഷക, അല്ലെങ്കിൽ ആസ് എ ഫ്രണ്ട്, ആസ് എ മൂവി പാഷനേറ്റ്? എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എനിക്ക് ഫീൽ ചെയ്തത് ഈ അടുത്ത കാലത്ത് പേളി ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസിലൊന്നായിരിക്കും പ്രയത്തിലെ. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പേളിയെ അതിൽ കാസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ് പേളിയെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആര് കാസ്റ്റ് ചെയ്യും, അതിൻ്റെ അഹങ്കാരമൊന്നും ജിപ്പിക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടും മാത്രം ടീസി അല്ലേ? ഇല്ല, ഞാനാ ലാസ്റ്റ് വരുന്നത്. അല്ല, അപ്പം രഞ്ജിത്തേട്ടൻ പേളിയെ കാസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ അയ്യോ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. GP ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഓക്കെ സുഹാനിസ നല്ല ക്യാരക്ടർ, വേറെ ആരൊക്കെയുള്ളത്? എൻ്റെ അടുത്ത് ജയേട്ടനുണ്ട്, അജു ഷറഫുദ്ദീൻ, GP GPയോ? അപ്പൊ ഇത് വല്ല പ്രാങ്ക് ആണോ? ഇതാണ് എൻ്റെ റിയാക്ഷൻ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ട് പേളി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തേട്ടൻ വരെ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് പേളിയുടെ പെർഫോമൻസ്. പേളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈൽ വളരെ വളരെ രസകരമായിട്ടാണത് പേളി അത് ഹാൻഡിൽ ചെയ്തത്. ഉറപ്പായിട്ടും ആ സിനിമ കാണുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനം കൂടിയായിരിക്കും. എസ്പെഷ്യലി പേളിനെ അതർവൈസ് ആളുകൾ കാണുന്നതുകൊണ്ട്, ഇപ്പോൾ പേളിയുടെ സെൽഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പേളി അവിടെ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിനൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല പ്രാങ്ക്സ്റ്റേഴ്സാണ് നിങ്ങൾ രണ്ടും, നല്ല പ്രാങ്കിങ് മാസ്റ്റേഴ്സാണ്. അപ്പം ആക്ച്വലി ഈ മിനി സ്ക്രീനിൽ വരുമ്പോൾ മാത്രമേ അറിയൂ, അത് നേരത്തെ അറിയോ? ഇല്ല, ആദ്യമായിട്ട് കാണുന്ന ഡാൻസിന്റെ ആ ഫ്ലോറിൽ ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ അന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഹരിശ്രീ തുടങ്ങുന്ന പ്രാങ്കിങ്ങിലാണ്. ഫ്രാങ്ക്, ഞാൻ പറയാം, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അധികം ആരും എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് ലുലു മോളിൽ വെച്ചിട്ടാണ്. ലുലു മോളിൽ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സപ്പർ എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 8.25 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലുലു മോളിൽ കാണുമ്പോൾ ഞാനും മീയും കൂടിയിട്ട് ലുലു മോളിൽ കയറാൻ നേരത്ത് ഇപ്പുറത്തേക്ക് എനിക്ക് 8.25 സെക്കൻഡ് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ കയറി വരുമ്പോൾ ഈ വിനിൽ എന്ന് പറഞ്ഞ സംവിധായകൻ, വിനിൽ എന്ന് പറഞ്ഞ സംവിധായകൻ പേളിയെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആക്ടർ, കാരണം വിനിൽ എൻ്റെ സുഹൃത്താണ്, ലാസ്റ്റ് സപ്പർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്ട്രസിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഭയങ്കര ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ്, ഭയങ്കര സാധാരണ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഇയാളെന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ പേളി നടന്നു വരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായത് പേളിയാണ്. പേളി വന്ന ഉടനെ പേളി മിയയ്ക്ക് കൈ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, അണ്ടർ വാട്ടർ സോങ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മീറ്റ് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു, നല്ല പെർഫോം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, യു ഹവ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് സ്വയം പരിചയപ്പെടുന്നു മീയുടെ അടുത്ത്, ഞാൻ പേളി, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് സപ്പർ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര എനിക്കറിയാലോ ഇത്. അപ്പം ഇയാൾ മീനെ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ എനിക്കൊരു സ്പേസില്ല, എനിക്കൊന്ന് കോംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ട്, കാരണം വിനിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിനിൽ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ ശരി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ നോക്കിയത് പോലും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടുറഞ്ഞ മീ പറഞ്ഞു ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല, കാരണം അന്ന് എനിക്ക് മീശയും തടി വെച്ചിട്ടുണ്ടായിരുന്നു പടത്തിലേത്. അപ്പോൾ ചിലപ്പോൾ ജീപ്പിനെ കണ്ടിട്ട് മനസ്സിലായി ഉണ്ടാവില്ല എന്ന് ഞാനൊന്നും ചോദിക്കാതെ പറഞ്ഞു, കാരണം തൊട്ടടുത്തുള്ളവർക്കൊക്കെ മനസ്സിലായി, നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് ഒരാൾ പോയതാണ്. പിന്നെ ഇത് കാണുന്ന ആ ഫ്ലോറിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പ്രോബബ്ലി ഫസ്റ്റ് എപ്പിസോഡ് മുതൽ തന്നെ ഭയങ്കരമായിട്ട് അടുത്തു. അല്ലെങ്കിൽ പേളി വരുമ്പോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പേളി വരുന്നത്. അതുകൊണ്ട് പേളിയുടെ ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി അല്ല.
ക്രൂഷ്യലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ്ഡ് ആവുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എനിക്കാവുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയി. എന്നിട്ട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ആദ്യമായി നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? അന്ന് പേളിക്ക് എന്നെ മനസ്സിലായില്ല. അന്ന് പേളി പറയണേ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വേറെ ഒരു ജാട ഇട്ടിട്ട് മിണ്ടാതെ പോയതാണ്. ഞാൻ ജാട കാണിച്ചതാന്ന് എനിക്ക് അതുവരെ ഒരാള് അയാൾക്ക് മനസ്സിലായിണ്ടാവില്ലേ പോയി ഞാൻ അങ്ങനെ വിട്ടത്. ഈ പറഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഇത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാ ഞാൻ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ പറയണേ. അത് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ചാട്ട് പോയത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആക്ടേഴ്സ് ഒപ്പം പോകുമ്പോൾ ഒരാളെ മാത്രം ഇഗ്നോളജ് ചെയ്യും, മറ്റൊരാളെ മൈൻഡ് ചെയ്യാൻ നടന്നു വന്ന. പക്ഷെ വിധി നോക്ക് അവനെ തിരിച്ച് എന്റെ അടുത്ത് ഇവിടെ കൊണ്ടുപോയി. അതിന്റെ ഒരു പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ എവിടെങ്കിലും ഒന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചു നിന്നായിരുന്നു. അറിയണ്ടേ എന്തൊരു സാധനമാണെന്നല്ലേ ശരിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ. ഒരു ന്യൂ കമർ ഒരു സിനിമ കഥ കേൾക്കുമ്പോൾ, സിനിമയിലോട്ട് വരുമ്പോൾ എത്രത്തോളം കഥ ഡീറ്റെയിൽസ് വിശദമായിട്ട് പറയും സംവിധായകൻ? അത് ഓരോ സംവിധായകരെ പോലെയാണ്. രഞ്ജിത്തേട്ടൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, രഞ്ജിത്തേട്ടൻ ഭയങ്കര എൻ്റെ അടുത്ത് ഭയങ്കരമായി ഡീറ്റെയിലിംഗ് തരില്ല. രഞ്ജിത്തേട്ടൻ്റെ കഥ പറയൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇതിനകത്തൊരു കഥയുണ്ടോ ഇപ്പോൾ എന്നൊക്കെ തോന്നിപ്പോവും. എൻ്റെ അടുത്ത് 3-4 കഥകൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞു. ഞങ്ങൾ പല പ്രൊജക്ട്സും ചെയ്യണം എന്ന് പല സമയത്തായിട്ട് പല ഡിസ്കഷൻസും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കഥയുടെ രീതി പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ രഞ്ജിത്ത് ശങ്കർ എന്നുള്ളൊരു അദ്ദേഹം ഒരു മേക്കറാണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ പക്ഷേ സ്ക്രിപ്റ്റിലും അതിൻ്റെ അപ്പുറത്തേക്കാണ് അദ്ദേഹം മേക്ക് ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രേതം സിനിമയുടെ കഥ കേട്ടപ്പോൾ അജു എന്നെ വിളിച്ചിരുന്നു. ഞാനും അജു ആയിരുന്നു അന്ന്. കാര്യം ഇത് വർഷം എന്ന സിനിമ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അജു എന്നെ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചേ, അളിയ കഥ കേട്ടോ? ഞാൻ പറഞ്ഞു കഥ കേട്ടു. നിനക്കെന്ത് തോന്നി? ഞാൻ പറഞ്ഞു അതിനകത്തൊരു കഥ ഉണ്ടെന്ന് തോന്നുന്നു. എടാ ഞാൻ പുണ്യാളം ചെയ്യുമ്പോഴും സൂസ് ചെയ്തപ്പോഴും ഇങ്ങനെ പറഞ്ഞ കഥ എനിക്ക് മനസ്സിലായില്ലടാ, എന്നിട്ട് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാ. പക്ഷെ പടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു സംഭവമായിരുന്നു. ഇദ്ദേഹം കഥ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല കേട്ടോ, ആ രീതിയിൽ പറഞ്ഞു. അത് ശരിയാണ്. ഇപ്പോൾ വർഷം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് രഞ്ജിത്തേട്ടൻ ആകെ പറഞ്ഞത് GP ഒരു ഫ്രണ്ട്ലി അപ്പിയറൻസ് ആണ്, ഇതിനകത്ത് കാര്യമായിട്ട് ഭയങ്കരമായിട്ടൊന്നും ചെയ്യില്ല. വർഷത്തിൽ ഒബ്വിയസ്ലി ഇറ്റ് വാസ് എ ബ്രാൻഡ് അസോസിയേഷൻ. രഞ്ജിത്തേട്ടൻ, മമ്മുക്ക ഒക്കെ ഇത് പറഞ്ഞപ്പോഴും ഭയങ്കര ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല. പക്ഷെ ചില സംവിധായകർ ഡീറ്റെയിൽ ആയി പറഞ്ഞു. എന്തുകൊണ്ടും ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നത് നമുക്ക് നല്ലതാണ് ഒന്ന്. പക്ഷേ രഞ്ജിത്തേട്ടൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യും. We keep asking him question and he is fine with it. കാരണം എന്താ പറയുക, ഇദ്ദേഹം കുറേ ഫിലിം പ്ലാൻസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് എത്രത്തോളം ചോദിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്? നന്നായിട്ടുണ്ട്, എന്തും ചോദിക്കാം. അത് രഞ്ജിത്തേട്ടൻ്റെ അടുത്ത്, രഞ്ജിത്ത് ശങ്കറിന്റെ അടുത്ത് ഒരുപാട്. എല്ലാ ഡയറക്ടേഴ്സിനോടും നമുക്ക് അങ്ങനെ തോന്നില്ല. ചില ആൾക്കാരോട് എത്ര ചോദിച്ചാലും അവർ റിവീൽ ചെയ്യില്ല. ഇറ്റ്സ് ആസ് ഇഫ് ദേ ആർ സ്കേർഡ് കഥ വെളിയിൽ പോയാലോ, അങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനപ്പുറം നമ്മൾ ചോദിക്കൂല. ബട്ട് ഇവൻച്വലി ആസ് എൻ ആക്ടർ അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ഒരു കഥ ഫുൾ പറയാണ്ട് ഫുൾ ആക്ട് ചെയ്ത് തീരുന്നവരെ നമ്മളുടെ റോൾ എന്താണെന്ന് പോലും നമ്മളോട് പറയാണ്ട് സീൻ മാത്രം ഓൺ ദ സ്പോട്ട് ഡയലോഗ് പറഞ്ഞു തരുന്ന ഒരു രീതി അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആസ് ആക്ടേഴ്സ് വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽവ്സ് ടു ഗെറ്റ് ഇൻ ടു എ ക്യാരക്ടർ. ഇപ്പോൾ ഈ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെയും ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് എൻ്റെ അടുത്ത് കഥ പറയാൻ രഞ്ജിത്ത് സാർ വരുമ്പം ഫസ്റ്റ് പറഞ്ഞത് കഥ ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 20-25 മിനിറ്റ്സ് സുഹാനിസ എന്ന ക്യാരക്ടറിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. സുഹാനിസ ഇങ്ങനെയാണ്, അവൾ പഠിച്ചത് അതാണ്, അവൾ ഇതാണ് ചെയ്യുന്നത്. അതൊന്നും സിനിമയിൽ ചിലപ്പോൾ കാണില്ല. പാസഞ്ചർ എന്നുള്ള സിനിമയിൽ ജഗതി അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് അമ്പിളിച്ചേട്ടനെ ഈ അതിൽ കാണുന്നതേ അല്ല പറഞ്ഞ അതുവരെയുള്ള ആ ഫ്രം ദ ഡേ വൺ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നും മോൾഡ് ചെയ്ത് ഈ ഒരു ആക്ടർക്ക് അവിടെ എത്താൻ പറ്റും. അതൊരു ഫിലിം മേക്കർക്കാണ് മനസ്സിലാവും. അദ്ദേഹം ബാക്ക് സ്റ്റോറി ഒരുപാട് പറയുന്നത്. ഇപ്പം സുഹാനിസ ഒരു മോഡലാണെന്ന് പറയുന്നുണ്ട്. മോഡലാണെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ നടക്കണം എന്ന് നമുക്കറിയാം. ഇപ്പം വെറുതെ സുഹാനിസ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ നടക്കണം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഒരു മോഡൽ ഇരിക്കുന്ന രീതി വേറെയാണ്, ഡ്രസ് ചെയ്യുന്ന രീതി വേറെയാണ്, നിൽക്കുന്ന രീതി. ചിലപ്പം ഒരാളെ നോക്കുമ്പോൾ സൈഡിലേ നോക്കുള്ളൂ, പോസ്ചർ നോക്കും.
അത് ശരിക്കും സിനിമയിലില്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ Of course, attitude will be different. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും സിനിമയിൽ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഷിബു മജീദ് എന്നുള്ള എൻ്റെ ക്യാരക്ടറെ കുറിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞ്, ഷിബു ഒരു ഗ്ലോബ് ട്രോട്ടറാണ്, ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം MBA പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയിട്ട് സൂംബ പഠിച്ചിട്ട് തിരിച്ചു വന്നു. സി അത് വളരെ ചെറുതായിട്ട് എവിടെയോ ഒരിക്കൽ ഒരു സ്ഥലത്തെ പറയുന്നുള്ളൂ. ആക്ച്വലി സിനിമയിൽ സൂംബ ഇതുവരെ വന്നിട്ടില്ല. അല്ല, സൂംബ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മുൻപത്തെ കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം അമേരിക്കയിൽ പോയതും അതൊന്നും അധികം വരുന്നില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ദുബായിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ല, മലയാള സിനിമയിൽ സൂംബ അങ്ങനെ ഓക്കെ മലയാള സിനിമയിൽ സൂംബ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രേതം എന്നുള്ള സിനിമയിൽ കുറെ പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പൊ മെന്റലിസ്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്, സൂംബ എന്ന് പറയുന്ന ഒരു സാധനം ആദ്യമായിട്ടാണ്. പിന്നെ ട്രോളന്മാര് വെച്ചിട്ടൊരു ക്യാരക്ടർ അങ്ങനെ കുറെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സൂംബ പ്രാക്ടീസ് ചെയ്തു. സൂംബ സ്ക്രീൻ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി വെരി ഫ്രാങ്ക്, ഈ ആദ്യം എൻ്റെ അടുത്ത് കഥ പറഞ്ഞ സമയത്ത് സൂംബ ചെയ്യുന്നത് അജു ആയിരുന്നു. അജുവിന്റെ ക്യാരക്ടറായിരുന്നു സൂംബ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, ജസ്റ്റ് പോയി ചെയ്യാം. ഇദ്ദേഹം സൂംബ എഴുതുന്നത് സൂംബ ക്ലാസ് കാണുന്നതിന് മുമ്പാണ്. സൂംബ ക്ലാസ് പോയി കണ്ടതിന് ശേഷം ഇൻസ്ട്രക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, അജു സൂംബ ഇൻസ്ട്രക്ടറായി ചെയ്താൽ നടക്കില്ല. കാരണം അജുവും പറഞ്ഞു എന്നെ കൊണ്ട് ഒരു സ്റ്റെപ്പും വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അജുവും കട്ടയ്ക്ക് പറഞ്ഞു. അതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നെക്സ്റ്റ് ഓപ്ഷൻ GP-യിലേക്ക് ഇത് വന്നു. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും അമേരിക്കയിലായിരുന്നു, ഞാൻ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥയിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, ഇപ്പോൾ സൂംബ ഇൻസ്ട്രക്ടർ നിങ്ങളാണ്, ഒരു കാര്യം ചെയ്തോളൂ, അമേരിക്കയിൽ നിന്ന് വന്ന ഉടനെ കേട്ടോ ഈ ഷൂട്ട്, നിങ്ങൾ കാര്യം ചെയ്തോളൂ, ഇപ്പോൾ അമേരിക്കയിലല്ലേ, അവിടെ വല്ല സൂംബ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ട് വന്നോളൂ. കാരണം ഈ ക്യാരക്ടർ അമേരിക്കയിൽ പോയി സൂംബ പഠിച്ച ആളാണെന്ന്. നമുക്കിപ്പോൾ യൂട്യൂബിൽ ക്ലിക്ക് അതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വേഗം യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ട് അല്ല, സൂംബയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഓരോ ഇൻസ്ട്രക്ടേഴ്സിനും ഓരോ രീതിയിലാണ് സൂംബ. ചില അതിൽ കുറച്ചുകൂടെ ഡാൻസ് മിക്സ് ചെയ്യും, ചിലർ പക്ക സൂംബയാണ്. ഇപ്പൊ ഞാൻ മാമാങ്കത്തിൽ നിന്നാണ് ഏറ്റവും സിമ്പിൾ വെറുതെ എന്നിട്ട് ആ സ്റ്റെപ്പുകൾ തന്നെ ഫുൾ തെറ്റിച്ചിട്ടാണ് കുറെ എണ്ണം ചെയ്തിരുന്നത്. അപ്പൊ അതാണ് അല്ല അങ്ങനെ കാരണം ഞങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ചെയ്യുമ്പോൾ ഒരാൾ മാത്രം തെറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇവള് സൂംബ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തെറ്റിയോണ്ട് കുഴപ്പമില്ല എന്നുള്ളത് ഞങ്ങൾ അങ്ങ് വെറുതെ വിട്ടതാണ്. അപ്പൊ ഈ മാമാങ്കത്ത് മാമാങ്കത്ത് പൂർണിമ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് സൂംബ പഠിപ്പിച്ചത്. അപ്പൊ അവിടെ 3 ദിവസം ഞാൻ ക്ലാസ്സിന് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് ബേസിക്കലി ഇറ്റ്സ് എ മിക്സ് ഓഫ് ലോട്ട് ഓഫ് ഡാൻസ്. ഇതൊരു ഡാൻസ് ഫോം അല്ല, ഇതൊരു പക്ക ഫിറ്റ്നസ് പ്രോഗ്രാം ആണ്. ഡിഫറെന്റ് ഡാൻസ് ഫോം. അവർ എയറോബിക്സ് മ്യൂസിക് ചിലരെന്താണെന്നറിയോ, ഒട്ടും ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാത്തവരും ഇതില്ലാത്തവരും വരുമ്പോൾ അതിൽ കുറച്ചുകൂടെ അവരെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈസ് അപ്പ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റഡ് ആവുന്നത്. സൂംബയിൽ എനിക്ക് 2 കാര്യങ്ങളാണ് തോന്നിയത്. 2 കാര്യങ്ങളാണ് സൂംബ ചെയ്യാൻ മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന്, അത്യാവശ്യം ഒരു ഫിസിക്കൽ ഇത് വേണം. നമുക്കൊരു ഒരു ഫ്ലോ വേണം, ഒരു റിഥം, ഒരു പാട്ട് മുഴുവൻ ഡാൻസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണം. രണ്ടാമത്തത് അത് എൻജോയ് ചെയ്യാൻ കഴിയണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്. അതാണ് എനിക്ക് മനസ്സിലായത്. അവിടെ നമ്മളത് അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്നു. 3 ദിവസം ക്ലാസ്സിൽ പോയപ്പോഴും എനിക്ക് മനസ്സിലായി സൂംബ ഈസ് ഓൾ അബൌട്ട് അവിടെ പോയിട്ട് ആ ഇൻസ്ട്രക്ടർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പിള്ളേരെ ഡ്രൈവ് ചെയ്യുന്നത് മുന്നോട്ട്. സോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂംബ ഇൻസ്ട്രക്ടറായിട്ട് അഭിനയിക്കുന്നതാണ് അവിടെ ചെയ്തത്. കാരണം എന്നെ കൊണ്ട് കാരണം അതിലായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും. പിന്നെ ഉണ്ടായിരുന്ന ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സൂംബ കളിക്കാനായി വന്ന കുട്ടികളെല്ലാവരും സൂംബ ഇൻസ്ട്രക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കേണ്ടത് സൂംബ ഇൻസ്ട്രക്ടേഴ്സിനെ. ആകെ ഒരു ആശ്വാസം ഇയാൾ തെറ്റി കളിക്കുന്നത് മാത്രമാണ്, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. റെഡി എന്ന് പറയുമ്പോഴാണ് ഞാൻ പോയി കാണുന്നത് സ്റ്റെപ്സ്. പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെ നേരത്തെ കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചു. കാരണം നമുക്ക് ആകെ 20-25 ദിവസമല്ലേ ഷൂട്ടുള്ളൂ. ഇതിപ്പോ 20 ദിവസം സൂംബ കളിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നോർമൽ അപ്പൊ ഇവളല്ലേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ചെയ്തെന്ന്. അപ്പൊ അതന്നെയല്ലേ പേളിയും കളിച്ചത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നല്ല ടഫ് സ്റ്റെപ്പ് 2 രീതിയിൽ കളിക്കാം. സിമ്പിൾ ആയിട്ടും കളിക്കാം. ഞങ്ങൾ കറക്റ്റ് സൂംബയിൽ അങ്ങനെ ഒരുപാട് അതിന്റെ ഷോർട്ട് കട്ട്സ് സിനിമയുടെ പ്രൊമോഷനാണ്. ഇതന്നെയായിരുന്നു ടോട്ടലി ഒരു സ്പിരിറ്റ്. ഇൻ ദ സെറ്റ് ആണെങ്കിലും എല്ലാ സമയത്താണെങ്കിലും ഈ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ആ സെറ്റ് മുഴുവൻ മുന്നോട്ട് പോയിരുന്നത്. ആക്ച്വലി പണ്ട് കാലത്തൊക്കെ
കുറച്ച് ഒരു ലോങ് വേ ബാക്ക് എന്ന് പറയാം നമുക്ക്. മിമിക്രിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സിനിമ ഒരുപാട് സിനിമ എത്താനുള്ള ഒരു ഷോർട്ട് കട്ട്, ഒരു സത്രം, അവിടുന്ന് പിന്നെ അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ സിനിമ. ബട്ട് ഇന്ന് കുറച്ച് കാലമായിട്ട് മിനി സ്ക്രീൻ വരുന്നത്, ഓക്കെ, മിനി സ്ക്രീനിൽ അത് കഴിഞ്ഞ സിനിമ എത്രത്തോളം സിനിമ ആഗ്രഹിച്ചു? ഞാൻ സിനിമയിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ സിനിമ എന്നുള്ളത് ഒരു പെർഫോമർ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. സിനിമ എന്നുള്ളതിൽ എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു ഓഡിയൻസ് പേഴ്സണാണ്. എന്നെ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് സ്റ്റേജിൽ കയറിയ ആളുകൾ കൈയടിക്കുമ്പോഴാണ്. എത്രത്തോളം ക്രൗഡ് പുള്ളറാണ് എത്രത്തോളമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സി വാട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ഇസ് ആ ഓഡിയൻസിൻ്റെ മുഖത്ത് കാണുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ അവർ തന്ന കൈയടി, അതാണ് എനിക്ക് ഊർജ്ജം നൽകുന്നത്. സോ അതിനുവേണ്ടി ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുമായിരുന്നു പല പല രൂപത്തിൽ. ഇപ്പോൾ ഞാൻ ജാക്ക് ഓഫ് മെനി ട്രേഡ്സ് എന്നുള്ള സ്വഭാവമായിരുന്നു. അപ്പോൾ ഇന്നൊരു സംഭവമില്ല. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനുകളൊക്കെ ഒന്നെങ്കിൽ വല്ല പാട്ടോ കവിതയോ കഥാപ്രസംഗമോ എന്തെങ്കിലും, ഇതിലൊന്നും മാസ്റ്റർ ആയിട്ടല്ല, പക്ഷേ സ്റ്റേജിൽ കയറാനുള്ള ആഗ്രഹം. അപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരു ആക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ് ആണെന്ന്. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് ആദ്യത്തെ സിനിമയും എന്നെ തേടി വരുന്നത്. ശരിക്കും ആ വള്ളുവനാട്ടിൽ തന്നെയുള്ളൊരു ഒരു കഥയായതുകൊണ്ടും അവിടെ തന്നെയുള്ളൊരു സംവിധായകനായതുകൊണ്ടും അദ്ദേഹം ഒരു ഫ്രഷ് ഫേസിന് വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്ത എന്തോ ഒരു സംഭവം അദ്ദേഹം കാണുന്നു, എന്നെ വിളിക്കുന്നു. പിന്നെ സിനിമ ഹാപ്പൻ. അടയാളങ്ങൾ കണ്ടിട്ടാണ് ഉണ്ണികൃഷ്ണൻ സാർ IG തന്നത്, IG കണ്ടിട്ടാണ് കമൽ സാർ പറഞ്ഞിട്ടാണ് ഡാഡി കൂട്ടിയത്, ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. മിനി സ്ക്രീൻ ടു ബി വെരി ഫ്രാങ്ക് എൻ്റെ മനസ്സിലുണ്ടാവാത്തൊരു സാധനമാണ്. കാരണം ഒന്ന്, ഞാൻ ടെലിവിഷൻ കാണുന്നത് വളരെ കുറവാണ്. സിനിമ കാണാൻ, ക്രിക്കറ്റ് കാണാൻ, ന്യൂസ് കാണാൻ അല്ലാതെ TV കാണാറേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു അവതാരകനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. രണ്ടാമത്തെ തവണ വിളിച്ചപ്പോഴും പറഞ്ഞു ഇല്ല, ഞാനൊരു നടനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൻ്റെ പോരാട്ടത്തിലാണ്. പക്ഷേ മൂന്നാമത്തെ തവണ അവർ പറഞ്ഞു നിങ്ങളൊന്ന് വന്നിട്ട് ട്രൈ നോക്കൂ, അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫുട്ടേജസ് ഒക്കെ ഒന്ന് കാണൂ, ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന്. ഇപ്പോൾ തോന്നുന്നു അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായി പോയേനെ. കാരണം അറിയുന്നുണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു എനിക്കതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ എനിക്ക് ഐ ഓൾസോ ഫീൽ എല്ലാവർക്കും അതുപോലത്തെ ലൈക്കബിലിറ്റി കിട്ടണം എന്നില്ല. ബിക്കോസ് GP എന്ന വ്യക്തി റിയൽ ലൈഫിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലേ. ലൈക്ക് ഹി കാൻ ബി ഫേക്കിംഗ് ദർ. റിയാലിറ്റി ഷോസിന്റെ ഒരു പ്രോബ്ലം, യു കനോട്ട് ഫേക്ക്, യു കനോട്ട് ആക്ട്. നമ്മൾ റിയൽ ലൈഫിൽ ലൈക്കബിലിറ്റി ഉള്ള ആളാണ്. ആക്ച്വലി എല്ലാ മീഡിയയിലും അതുണ്ട്. ഈവൻ റേഡിയോയിൽ വരെ ഇൻറ്റിമസി വർക്ക്സ് ഔട്ട്. എന്തുകൊണ്ടാണത്? ട്രൂ പേഴ്സണാലിറ്റി വരുമ്പോഴാണ്. അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലല്ല, എല്ലാവരുടെയും ട്രൂ പേഴ്സണാലിറ്റി നല്ലതായിരിക്കണം എന്നില്ല. ചില ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് റിയൽ ലൈഫിലും അവരെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ GP എന്ന് പറയുന്ന വ്യക്തി അവരെവിടെ ചെന്നാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് സിനിമയിൽ വരുന്നതിന് മുൻപ് സ്കൂൾ പഠിക്കുമ്പോഴും ആവട്ടെ, കോളേജിലാവട്ടെ, ഇഫ് യു സീ ഹിസ് ഫ്രണ്ട്സ്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. കോളേജിൽ എല്ലായിടത്തും പോയി അവിടെ അലമ്പുണ്ടാക്കുക, ടീച്ചേഴ്സിൻ്റെ വഴക്ക് വാങ്ങിക്കുക. പക്ഷെ അപ്പോഴും ടീച്ചേഴ്സ് ചെവി പിടിക്കുന്നത് ചിരിച്ചോണ്ടാണ്. അപ്പം ആരെയും വെറുപ്പിക്കുക എന്നുള്ളതിൽ ബിരുദം നേടിയ 2 വ്യക്തികളാണ് ഇവിടെ നിന്ന്. എനിക്ക് തോന്നുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു, എനിക്കെപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അവതരണ കലയിൽ പുതിയൊരു ശൈലി കൊണ്ടുവന്നു. ഞാനങ്ങനെ പുതിയ ശൈലിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, എന്റെ സക്സസ് അല്ലെങ്കിൽ വർക്കായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനായി നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതായിരിക്കും. 110% കറക്റ്റ്. നമ്മളായാല് അല്ല കോപ്പി ചെയ്യാൻ പോകുമ്പോൾ, ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇമിറ്റേറ്റ് പോലും ചെയ്യണ്ട, നമ്മൾ ഫേക്ക് ആയാൽ തന്നെ, നമ്മൾ കോൺഷ്യസ് ആവുമ്പോൾ തന്നെ നമ്മൾ ഫേക്ക് ആയി കഴിഞ്ഞു. സോ ഐ തിങ്ക് ജസ്റ്റ് ബി യുവർ സെൽഫ്. അത് ആക്ച്വലി ഈസി അല്ല. നമ്മളുടെ അകത്തുള്ള സംഭവം, തനി സ്വഭാവം പുറത്തു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. തനി സ്വഭാവത്തിൽ വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, വിശ്വാസം മാത്രമല്ല, ഇപ്പോൾ അതിന് ഒരു എലമെന്റ് ഓഫ് കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഫോട്ടോ വെറുതെ നമ്മളൊരു കല്യാണത്തിന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ കൂളാണ്. ഒരു ക്യാമറ വന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഈ കൈ എന്ത് ചെയ്യണം, കാലെന്ത് ചെയ്യണം, എങ്ങനെ നോക്കണം, ചിരിക്കണം, ഭീകര കോൺഷ്യസ് ആയി പോകും. ബട്ട് ആ കോൺഷ്യസ് ആയിട്ട് പോയിട്ട് അതിന്റെ താഴെ എഴുതുന്ന ക്യാപ്ഷൻസ് കാൻഡിഡ്. എന്നിട്ട് അല്ല, അതൊരു നോർമൽ ഫോട്ടോ എടുക്കുമ്പോൾ ഏതൊരു സ്വാഭാവികമായിട്ടും വ്യക്തിക്ക് വരുന്ന പോലെ ഒരു ആക്ടർക്കും പെർഫോമർക്കും ഒക്കെ വരും. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും, ഇപ്പോൾ എനിക്ക് ഞാനാവണം എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ ആവാൻ നല്ല എഫേർട്ട് വേണം. സത്യം. ആ എഫേർട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കഥ നമ്മൾ ഒരുപാട് മനസ്സിലാക്കി, ഷൂട്ട് തുടങ്ങി, നമ്മൾ
കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരാണ്, സിനിമയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ എത്രത്തോളം കംഫർട്ട് സോണിൽ അവർ കൊണ്ടുവന്നാലും എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും? എനിക്ക് ടെൻഷനേ ഇല്ലായിരുന്നു ശരിക്കും. എനിക്ക് ടെൻഷനിലുപരി ഐ വാസ് തിങ്കിങ് ടു മച്ച്. കുറേ തിങ്ക് ചെയ്യായിരുന്നു ഞാൻ. ആ ഓൺ സ്പോട്ടിൽ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നമുക്ക് ആ ഒരു റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ലാഗ് വരില്ലേ? ഇല്ലല്ല, തിങ്കിങ് അവിടെയല്ല ചെയ്യേണ്ടത്. രഞ്ജിത്ത് സാറിൻ്റെ സെറ്റിൻ്റെ ഒരു ഗുണം, സ്ക്രിപ്റ്റ് രാവിലെ കിട്ടും കയ്യിൽ. മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സീൻസിൻ്റെ ഫുൾ പ്രിൻ്റ് ഔട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, നമ്മൾ ആ ഒരു ഡയലോഗ് തന്നെ പല രീതിയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലോ, അല്ലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാം അത്, അല്ലെങ്കിൽ ആ സമയത്തൊന്ന് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം നമ്മൾ പല രീതിയിൽ വി സ്റ്റാർട്ട് തിങ്കിങ്. അപ്പം തന്നെ ടെൻഷൻ കുറയും. എപ്പോഴാണ് ടെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് സ്ക്രീനിൻ്റെ ക്യാമറയുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. അത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, അത് വേറൊരു സിനിമ. അതിലെനിക്ക് നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഷോട്ടിന് മുന്നേ വരെ ചില സമയത്ത് എനിക്ക് കിട്ടാതെ. അത് അവരുടെ കുഴപ്പമല്ല, ചില സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയിരിക്കും അവർക്ക് വർക്ക് സിനിമയിൽ. തീർച്ചയായിട്ടും ഇപ്പം എല്ലാ സെറ്റും വേറെ വേറെയാണ്. ആക്ടേഴ്സിന്റെ സ്റ്റൈൽ. ഇപ്പൊ പേളി പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. എനിക്കും ഈ സംഭവം സ്ക്രിപ്റ്റ് രാവിലെ കിട്ടുമായിരുന്നു, പക്ഷെ ഞാനൊരു തവണ വായിച്ചു നോക്കിയിട്ട് അതോടെ വെച്ചിട്ട് പിന്നെ ടേക്കിലാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെ സ്റ്റൈൽ ആൻഡ് അത് ഡിഫർ ചെയ്യും. ഇപ്പോൾ വല്ല ലൈൻസ് പഠിക്കണമെങ്കിൽ മാത്രമാണ് ഞാനത് പഠിച്ചു പോകാറുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, കാരണം ഒരുപാട് ഞാൻ എഫേർട്ട് ഇടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മാറും. ഇദ്ദേഹം എങ്ങനെയാണ് ഫ്രെയിം വെക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇത് നടന്നു പറയണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഫുൾ ഡയലോഗ് ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ അതുവരെ പ്ലാൻ ചെയ്തൊക്കെ പോയില്ലേ. അപ്പോൾ കുറേയൊക്കെ സംവിധായകൻ എങ്ങനെയാണത് എടുക്കാൻ പോകുന്നതെന്നും കൂടി അറിഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ സെറ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ടെൻഷൻ എന്നുള്ളതിന് കാര്യമായിട്ട് പ്രസക്തി ഉണ്ടായിരുന്നില്ല, കാരണം ദർ വർ സോ മെനി തിങ്സ് ഹാപ്പനിങ്. പക്ഷേ ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ. ഇപ്പോൾ ജയസൂര്യ എന്ന് പറഞ്ഞ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതേപോലെ തന്നെ വളരെ ഷോർട്ട് ടൈമിൽ 52ാമത്തെ പടം ചെയ്യുന്ന അജു വർഗീസ്, വളരെ ചെറിയ സമയം കൊണ്ട് 50 സെക്കൻഡ് ഫിലിം 52. അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് വീണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ജയസൂര്യ എന്ന് പറയുന്ന ഈ ആക്ടർ ഓരോ ശ്വാസവും ആ കഥാപാത്രത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ പോകുമ്പോൾ വളരെ കുറച്ച് പടം മാത്രം ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇത് ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ, നിനക്ക് എന്താ തോന്നുന്നത്, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ, ഇത് ഓക്കെയാണോ? അങ്ങനെ എല്ലാവരും ഇറലവൻ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അദ്ദേഹം ഒപ്പീനിയൻ എടുക്കാൻ റെഡിയാണ്. എൻ്റെ ക്യാരക്ടറിന് വേണ്ടി ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, നിൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യില്ലേ. സോ ഹീസ് തിങ്കിങ് ഫോർ മെനി പീപ്പിൾ, ഹീസ് തിങ്കിങ് ഫോർ ദ ഫിലിം ആൻഡ് ഹീസ് തിങ്കിങ് ഫോർ ഹിംസെൽഫ്. ഇതൊരു ഭാഗത്ത്. അജു വർഗീസിൻ്റെ ഇയാൾ അവിടെ വന്നിരിക്കുന്നത് ഏത് സിനിമ ചെയ്യാനെന്ന പോലും ഇയാൾക്ക് വലിയ ബോധം ഉണ്ടാവില്ല. പുള്ളി വരും, രാവിലെ എന്താ ഭക്ഷണം കഴിക്കാനുള്ളത്, ഉച്ചയ്ക്ക് എന്താണുള്ളത്, വൈകുന്നേരം എന്താണുള്ളത്. പക്ഷേ സീനിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പടാന്ന് പറഞ്ഞ് പെർഫോം. രണ്ട് ഡിഫറെൻറ്റ് ആക്ടേഴ്സാണ്. പുള്ളിക്കൊരു ടെൻഷനോ ഒന്നുമില്ല. പുള്ളിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജു ഈ സീനിൽ കരയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സ്ക്രീനിൽ തന്നെ പുള്ളി കരയാൻ തുടങ്ങും. അയ്യോ കരയാൻ എനിക്ക് പറ്റില്ല, ഡാൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഇങ്ങനത്തെ. പക്ഷേ അജു അതും പ്രത്യേകിച്ച് ചെയ്യും. അജു എഫേർട്ട് ഇടാതെ, ഇപ്പോൾ അജുവിൻ്റെ പെർഫോമൻസ് ഒക്കെ അജു എഫേർട്ട് ഇടാതെയാണ്. ഈ പറയുന്ന ആക്ടർ എഫേർട്ട് ഇട്ടിട്ടും കൂടി പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി അടുത്ത ലെവലിലേക്ക്. അല്ല, എനിക്ക് തോന്നുന്നു വെച്ചാൽ എഫേർട്ട് ഇടാത്തോണ്ടായിരിക്കും ഇത്രയും സട്ടിലായിട്ട് അജുവിന്റെ ഒരു റെൻഡറിങ്. അജു ഭയങ്കര കെയർ ഫ്രീ ആണ്, റിയൽ ലൈഫിൽ അഭിനയിക്കുമ്പോഴും കെയർ ഫ്രീ ആണ്. എനിക്ക് ഉറപ്പുണ്ട് അജുവിന്റെ പ്രേതം. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്തിട്ട് അജുവിന്റെ അടുത്ത് അജു പ്രേതം സിനിമയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു അജുവിന് അറിയില്ല. പക്ഷേ അജു എന്റെ കൂടെ ഉള്ള സീനിൽ അജുവിന് ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല, അത് ആ ഒരു മൊമെന്റ് ആണ്, ആ ഒരു മൊമെന്റിൽ സംഭവിക്കുന്നതാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ബോധേഡേ അല്ല. പിന്നെന്തറിയോ, ഒട്ടും ഇൻസെക്യൂറും അല്ല. എന്ന് വെച്ചാൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷറഫ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് തോന്നിയത് ഭാവിയിൽ അജുവിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയുള്ളൊരു ആക്ടറാണ്. ഒരേ സ്പേസിലേക്ക് അവർ രണ്ടുപേരും പോകുന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ സിനിമയിലാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കോമ്പിനേഷനിൽ ഐ സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആളുകൾ കൈയടിക്കാൻ പോകുന്നത് ഷറഫിനും അജുവിനും ആയിരിക്കും, കാരണം ഏറ്റവും കൂടുതൽ കോമഡി അവരാണ് ബ്രോട്ടൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്പേസ് ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അജുവും ഷറഫും ഭാവി സിനിമകളിലും അവരുടെ സ്പേസ് ഏകദേശം ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ അജുവിനെ കിട്ടിയില്ലെങ്കിൽ ഷറഫിനെ കാസ്റ്റ് ചെയ്തേക്ക് എന്ന് പറയാൻ സാധ്യതയുള്ള ഒരു സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ ഷറഫിനെ കിട്ടിയില്ലെങ്കിൽ അവിടെ അജുവിനെ വിളിക്കുക എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അജു ഈസ് നോട്ട് ബോധേഡ്, ഈസ് വെരി കൂൾ. മീൻസ് അവരത്ര നല്ല സുഹൃത്തുക്കളുമാണ്. ആ ഒരു ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല. അതൊക്കെയാണ് പ്രേതം സിനിമയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും പരസ്പരം ചേട്ടന് കിട്ടുന്ന ചില ഐഡിയാസ് ഒക്കെ വേണമെങ്കിൽ ചേട്ടന് തന്നെ ആ ഡയലോഗ് പറയാം, പക്ഷെ ഇല്ല ഷറഫ് നീ ഇങ്ങനെ പറ. ആക്ച്വലി ഇറ്റ് വിൽ ബി ഹിസ് ഇൻപുട്ട്. അദ്ദേഹത്തിനും ചെയ്യാം, പക്ഷെ
he will probably make GP do it or Sharaf do it. പക്ഷേ ഷറഫ് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷറഫ് അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ 6ാമത്തെ പടമായിട്ടുള്ളൂ. പക്ഷേ ദ എലമെന്റ് ഓഫ് കോൺഫിഡൻസ് ഇതിനകത്ത് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടാണ്. ഇവിടെ വന്ന് ശരിക്കും ഷോ സ്റ്റീൽ ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും ഷറഫ്. ചിലരങ്ങനെയാണ് വരുന്ന എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്പേസും കൂടി ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഞങ്ങളുടെ തന്നെ ഉള്ളിൽ ഇപ്പോൾ ഡെന്നി കോക്കൻ, ഷിബു മജീദ്, പ്രിയലാൽ, രഞ്ജിത്തേട്ടന് കൃത്യമായിട്ട് 3 പേരുടെയും ക്യാരക്ടേഴ്സ് അറിയാം. ഇപ്പോൾ എൻ്റെ മനസ്സിലാണ് ഒരു നല്ല രസമുള്ള കൗണ്ടർ തോന്നുന്നത് വെച്ചാലും ചിലപ്പോൾ ഷിബു മജീദ് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. സോ അത് ഷറഫിൻ്റെ ക്യാരക്ടറിനെ പറയുള്ളൂ, അല്ലെങ്കിൽ പ്രിയലാലിനെ അത് പറയാൻ പറ്റുള്ളൂ. അത് പ്രിയലാലിന് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡെന്നി കോക്കൻ പറയുന്ന സാധനം ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഷിബുവും പറയുന്ന പോലെ ചിലപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. അതും ഞങ്ങൾക്ക് വളരെ സൗകര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആര് കൂടുതൽ ഡയലോഗ് പറയുന്നു, ആര് കൈഡി വാങ്ങുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സാധനം, ഒരു ഐഡിയ വരുമ്പോഴല്ലോ 3 പേർക്കും കൃത്യമായിട്ട് അറിയാം ഇത് ഈ 3 പേരിൽ ആരാണ് ഈ സീനിൽ ഇത് പറയാൻ സാധ്യത. അത് ഞങ്ങൾക്ക് ഭയങ്കര സൗകര്യമായിരുന്നു. നോയിങ് ഈച്ച് അതർ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് എന്നുള്ളത് അത് ഭയങ്കര സുഖമുള്ള ഒരു കാര്യമായിരുന്നു.